ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാ കട്ടിൽ നിന്ന് എഴുന്നേറ്റത് പോയില്ല. അപ്പം തന്നെ ഞാനൊന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. കുറേ ദിവസമായി കണ്ണ് തുറന്ന പാടില്ല ഷോർട്ട് അങ്ങ് എടുക്കായി. ആ ജനലും ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു, പിന്നെ അങ്ങ് വിട്ടു. ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് ഫസ്റ്റ് തന്നെ ഞാനിതാ വാതിൽ തുറന്ന ഫസ്റ്റ് ഇതാ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതാ ഒന്ന് ആകാശമൊക്കെ നോക്കി. ഇന്നലെ രാത്രിയൊക്കെ ചെറിയ മഴയുണ്ടെന്ന് തോന്നുന്നു. ഇതാ വെറുതെ ചെടികളെയൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുത്ത്, പിന്നെ പെട്ടെന്ന് തന്നെ മോന് സുമേഷ് ചേട്ടനെല്ലാം പോകണം, രണ്ടാൾക്കും കൊണ്ടുപോകണം. അതാ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നടത്തി. ചപ്പാത്തിയും ഇഷ്ടക്കറിയാണ് ആക്കിയത്. ഇതാ പെട്ടെന്ന് തന്നെ രണ്ടും തയ്യാറാക്കി. അതിൻ്റെ ഇടയിലൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടില്ല, ചെറിയ തിരക്കുള്ള കാരണം. ഇതാ ചപ്പാത്തിയും പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ അതിന് താളിക്കുന്നുണ്ട്, വറവ് താളിക്കുന്നുണ്ട്. ഉള്ളിയിൽ താളിച്ചിടാൻ കറിയിലേക്ക് ഇടുന്നത്. ഇതാ സോയാബീനും മോന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയാബീനും കൂടി പൊരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇന്നലെ ഉണ്ടാക്കിയ വിളക്കാണ്. അപ്പോൾ ഇതാ ഇന്നലെ ഉണ്ടാക്കിയ വിളക്കിൻ്റെ എന്താ പറയുക, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഇങ്ങനെ രാവിലത്തെ തിരക്കിൽ ഇങ്ങനെ പോകുക. നമ്മൾ ഓരോ കാര്യങ്ങളും പ്രതീക്ഷയോടെയാണല്ലോ ഓരോ ദിവസവും എന്താ പറയുക മുന്നോട്ട് വരുന്നത്. ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയാണല്ലോ ഓരോരുത്തരുടെയും ജീവിതം അല്ലേ. അങ്ങനെ പിന്നെ ഇതാ ഞാൻ ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചൊരു നെറ്റിപ്പട്ടാണ്, അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇതാണ് നമ്മളെ കുഞ്ഞി പൂജാമുറി. അതങ്ങനെ പൂജാമുറിയായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇതാ പാറുക്കുട്ടി റെഡി ആയിട്ടുണ്ട്, അംഗൻവാടി പോകാൻ വേണ്ടി. ഇത് അംഗൻവാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാറ്റയും ഉമ്മയല്ല. കണ്ണട ഓള കണ്ണടയൊന്നല്ല, അത് എന്താ പറയുക വണ്ടി പോകുമ്പോൾ ഇടാൻ വേണ്ടി ഒരു ഫാൻസി കണ്ണട വാങ്ങിയതാണ്. ഇടയ്ക്ക് അംഗൻവാടി പോകുമ്പോൾ ഓരോ കൊട വേണം, ബാഗ് വേണം, എന്താ പറയുക ഡോള് വേണം, കണ്ണടയൊക്കെ വെച്ചിട്ട് അംഗൻവാടി പോകാതെ. അപ്പം ഞാൻ മോളെ അംഗൻവാടിയിലാക്കാൻ വേണ്ടി പോവാണ്. അപ്പം അങ്ങനെ രാവിലത്തെ ഇന്നത്തെ മോള് അംഗൻവാടി പോകുന്നതോടെ രാവിലത്തെ പരിപാടി അങ്ങനെ കഴിഞ്ഞ് ഇനി എൻ്റെ ചെറിയ തിരക്കിലേക്ക്. ബൈ ബൈ.